ക്രോഷ്യ നിങ്ങൾ ഇതിലേത് മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിച്ചാലും സ്റ്റാർട്ട് സ്മോൾ. ഈ മെത്തേഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റിലേക്ക് എടുത്ത് തുടങ്ങിക്കളയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള ചെറിയ പ്രോജക്ട്സ് തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് ഒരെണ്ണം കിട്ടും. അത് ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടു വെക്കണം. നമ്മൾ വിചാരിക്കും ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങിക്കളയാമെന്ന് വിചാരിക്കും. പക്ഷേ മേ ബി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും ഒരു പുതിയൊരു സ്റ്റിച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയിരിക്കും, പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താ ബെറ്റർ, ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതാണ് ചെറിയ പ്രോജക്റ്റ് എടുക്കാൻ പറയുന്നത്. ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് മുഴുവനും കണ്ട് അതിലേതൊക്കെ സ്റ്റിച്ചസ് വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ സ്റ്റിച്ചസൊക്കെ പഠിക്കാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം. റെഡി ആണെങ്കിൽ ഗോ ഹെഡ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ട്യൂട്ടോറിയൽ നോക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ പക്കലുണ്ടോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാങ്ങിക്കാൻ റെഡി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്ത് തുടങ്ങാൻ പോവാണ്. ക്രോഷ്യ ലോങ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ട് ഒപ്പം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ബേസിക്സ് പഠിക്കണമെങ്കിലും സെയിം രീതി തന്നെ കുറേശ്ശെ പഠിക്കാനായിട്ട് നോക്കുക. എല്ലാം കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ അല്ലേ. സോ ക്യൂരിയസ് അബൌട്ട് ലേണിങ് എവറിത്തിങ് അബൌട്ട് ക്രോഷ്യയിങ്. വാവ്, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. എല്ലാം ക്രോഷ്യനെ കുറിച്ച് ഒരാൾ ബിഗിനിങ്ങിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയധികം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞു കുഞ്ഞു ക്യാപ്സ്യൂൾസ്, ചങ്ക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വേണം ക്രോഷ്യ പഠിക്കാനായിട്ട്. മേ ബി ഫസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഒരാൾ ഹുക്കും യാണും പിടിക്കുന്നത്, ഈ യാണെങ്ങനെയാണ് ആ ഒരു കയ്യിലൂടെ ആൾ കടത്തി വിട്ടുകൊണ്ട് ഹുക്കിലേക്ക് കോർത്ത് ആ ഒരു ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തും അതെങ്ങനെ ചെയ്യണേ എന്നുള്ളതൊക്കെ പഠിക്കുന്നു അല്ല. മേ ബി എൻ്റെ സ്റ്റിച്ചസ് നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് കുറേശ്ശെ പഠിച്ച് തുടങ്ങുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രോഷ്യ എന്ന് പറയുന്നതേ ഒരു സ്കില്ലാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, പഠിക്കാനും പറ്റുള്ളൂ. സോ ഡു വാട്ട് യു ലേൺ. പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ കയ്യിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തുക ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള നോളജ് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്നറിയോ, ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ കുറേ ഇൻഫർമേഷൻ അവിടെ ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു നോളജ് ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദാറ്റ് വേ. ബട്ട് നമ്മളിവിടെ ഇപ്പോൾ ക്രോഷ്യ പഠിക്കാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു പ്രാക്ടീസ് വാട്ട് വി ലേൺ. ഇനി ഞാൻ തുടക്കത്തിൽ ചെയ്യാത്തൊരു കാര്യമാണ്, ബട്ട് ഐ റെക്കമെൻഡ് എവ്രി വൺ ടു ഡു ദിസ്. ടേക്ക് നോട്ട് ഓഫ് യുവർ ലേണിങ്സ്. ഇപ്പോൾ ഒരു ബുക്കിൽ എഴുതുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ട്യൂട്ടോറിയൽ കണ്ടു, ആ ട്യൂട്ടോറിയലിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഇല്ലേ. ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പ്രോജക്ട്സൊക്കെ സേവ് ചെയ്ത് വെക്കുക. അറ്റ് സം പോയിൻറ്റ് വെൻ യു വോണ്ട് ടു സ്റ്റാർട്ട് ദാറ്റ്, നേരെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സിമ്പിളായിട്ടുള്ള രീതികളുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിലായാലും നമുക്ക് പിൻസായിട്ട് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് റെഫറൻസ്. പിന്നെ നമ്മൾ ബുക്കിൽ എഴുതി വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. എഴുതി തുടങ്ങിക്കോട്ടെ, നല്ലൊരു ശീലമാണത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണമെന്നൊന്നും പറ്റിയെന്ന് വരില്ല. സോ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഫർ ചെയ്യണമെങ്കിൽ എടുത്ത് നോക്കാനും എളുപ്പമാണ്. മാസത്തിലൊരിക്കൽ ക്രോഷ്യ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ നല്ലതായിരിക്കും. ക്രോഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. കണ്ടിന്യൂറ്റി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു സ്കില്ലല്ലേ. സ്കിൽസ് നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? ത്രൂ കൺസിസ്റ്റൻറ്റ് എഫേർട്സ് ആണ്. ഡെയിലി പഠിക്കണമെന്നൊന്നും എല്ലാവർക്കും പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല അല്ലേ. നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ടാവും, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഹോം മേക്കേഴ്സ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്, റുട്ടീനായിരിക്കും. അപ്പം നമുക്ക് പറ്റിയത് മേ ബി വീക്കെൻഡിലായിരിക്കാം, ചിലപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടൈമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടു ജോലികളിലൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടൈം നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ നീക്കി വയ്ക്കാനായിട്ട് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ടു ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് ടു ഡു വാട്ട് യു ലവ്, വാട്ട് യു പ്രിഫർ ടു ഡു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അവരുടെ ആവശ്യമൊന്നുമല്ല, നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ
ക്രോഷേയിങ് റെഗുലറായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. കുറേ നേരം ഒന്നും ഇരിക്കണമെന്നില്ല. ഡെയിലി മേ ബി ഒരു 5 to 10 minutes അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പറ്റുകയാണെങ്കിൽ അതിലിരുന്ന് കുറേശ്ശെ മേ ബി നമ്മൾ പഠിച്ചതിനൊന്ന് റിവൈസ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പ് നിങ്ങൾ കാണുന്നില്ലേ, ഇത് ഒറ്റ ദിവസം കൊണ്ടിരുന്ന് ഉണ്ടാക്കിയതൊന്നുമല്ല. ഓരോ ദിവസവും നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഫുൾ ഡേ ഒന്നും കിട്ടണമെന്നില്ലല്ലോ, അൺലെസ് ഇറ്റ്സ് വീക്കെൻഡ് ഓർ ഓഫ് ആണെങ്കിൽ, ബിക്കോസ് ഐ എം എ വർക്കിംഗ് പ്രൊഫഷണൽ. സോ എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന കുറേശ്ശെ മോർണിംഗിലും ഈവനിങ്ങിലും കിട്ടുന്ന കുറച്ച് ടൈം, അതൊരു അരമണിക്കൂറിന് താഴെയുള്ള ടൈമായിരിക്കും ഞാനതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ദ ടോപ്പ് വിച്ച് യു സീയിങ് റൈറ്റ് നൗ ആൻഡ് ഇൻ ദ ബിഹൈൻഡ് ഓൾസോ ആൻഡ് വാട്ട് എവർ പ്രോജക്ട്സ് ഈ ചാനലിലുണ്ട്, അതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നും വേണ്ട. കാരണം ക്രോഷേ അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ടെക്നിക്കും അല്ല, ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലും അല്ല. ഇത് ഫോഴ്സ് ചെയ്തുകൊണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടുകൊണ്ട് വേണം ക്രോഷേ ചെയ്യാനായിട്ടല്ലേ മടുക്കും. ഇപ്പോൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യണ ഒരാളോട് ഞാൻ പറയുന്ന കാര്യം, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കുക. ഈ സ്കൂളിലൊക്കെ ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത് വെറുതെ ആണോ? അല്ല. അതുകൊണ്ടാണ് ആ ഒരു ലെസൺസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതും. 10-15 മിനിറ്റ് ഡെയിലി ഒരു അരമണിക്കൂർ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ്, അത് യൂട്ടിലൈസ് ചെയ്യുക. വീക്ക്ലി ആണെങ്കിൽ ഓഫുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വീക്കെൻഡ്, അതിൽ എത്ര സമയം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ റൂട്ടീനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്കല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ അത് തീരുമാനിച്ച് സമയം മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് റെഗുലർ ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ക്രോഷേയിങ്. ആയാലും ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായാലും എന്ത് പഠിക്കാനായാലും ഒരു കണ്ടിന്യൂറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടും ടൈമും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ക്രോഷേയിങ്. ഇപ്പോൾ മാസത്തിൽ ഒന്നെന്നുള്ളതിനോട് എനിക്കത്ര യോജിപ്പില്ലാത്തൊരു പ്രാക്ടീസാണ്. ഷെഡ്യൂൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാട്ടാ, നമ്മളത് ഫോളോ ചെയ്യണം. വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രോഷേയിങ് എപ്പോഴും ഫ്ലെക്സിബിളായിട്ട് വയ്ക്കുക. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നമ്മൾ പറഞ്ഞല്ലോ, വലിയ പ്രോജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക്, ഒരു അമിഗുരുമി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫില്ലെ ക്രോഷേയിങ് ആയിരിക്കാം. ഇതൊക്കെ ഒരു ടെക്നിക്സാണ്, ഇതിനുള്ളിൽ തന്നെ വരുന്ന കാര്യങ്ങൾ. ബിഗിനിങ് സ്റ്റേജിൽ എപ്പോഴും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല പല ടെക്നിക്സുകൾ കണ്ടു നോക്കാം. മേ ബി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ ഫില്ലെ ക്രോഷേയിങ് എപ്പോഴാണ് തുടങ്ങിയത്? ക്രോഷേയിങ്ങിന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഈ റീസെൻ്റ്ലിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫില്ലെ ക്രോഷേയിങ്. അപ്പോൾ ഞാൻ പല പല ടെക്നിക്സൊക്കെ നോക്കിയിട്ട് ഐ ഫൗണ്ട് മൈ ടെക്നിക് ആഫ്റ്റർ എക്സ്പെരിമെൻറ്റിങ് ആൻഡ് എക്സ്പ്ലോറിങ് എ ലോട്ട് ഓഫ് ടെക്നിക്സ് വിത്തിൻ ക്രോഷേയിങ്. നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക, എല്ലാം ഒന്ന് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് വെക്കുക. നമ്മുടെ അപ്രോച്ച് എപ്പോഴും ഫ്ലെക്സിബിളായിരിക്കുന്നതാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. മിസ്റ്റേക്സ് വരുത്താനായിട്ട് നമുക്ക് ഭയങ്കര മടി ഉണ്ടാകാനുള്ള ചാൻസാണ് ബിഗിനിങ് സ്റ്റേജ്. പക്ഷെ ബിഗിനിങ് സ്റ്റേജിലല്ലേ നമുക്ക് മിസ്റ്റേക്സ് ഒരുപാട് വരുത്താനായിട്ടും പഠിക്കാനായിട്ടും പറ്റുള്ളൂ. മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ മിസ്റ്റേക്സ് വരുത്തിയത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ഈ മിസ്റ്റേക്സ് വരുത്തുന്നത് കൊണ്ട്. അപ്പം മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. ഈ ബിഗിനിങ് സ്റ്റേജിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരുത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുത്തുക. ഞാൻ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും വരുത്തണമൊക്കെ ഉണ്ട്. പക്ഷെ ഓരോന്നും കഴിയുമ്പോൾ ഐ നോ വാട്ട് ടു ഇംപ്രൂവ്, ഐ നോ വാട്ട് ആർ ദി ഇംപ്രൂവ്മെൻറ്റ് ഏരിയാസ്. ചെറിയൊരു പൗച്ച് ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലുക്ക് ഫോർ ദോസ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങളൊരു പൗച്ച് ഉണ്ടാക്കുമ്പോൾ ഡു ബെറ്റർ, മേക്ക് ഇറ്റ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. അങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റിച്ചിൻ്റെ കാര്യത്തിലായിരുന്നു, നിങ്ങൾ ഞാനൊക്കെ ആദ്യം എൻ്റെ രീതി സ്റ്റിച്ചൊക്കെ കണ്ടില്ലേ, എന്തീ കാണണേ, എന്തൊരു ലൂസായിട്ടുള്ള ടെൻഷനോട് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കണേന്ന് തോന്നും. ബട്ട് റൈറ്റ് നൗ യാൺ ടെൻഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നൗ ഐ നോ ത്രൂ പ്രാക്ടീസ്, ബൈ മേക്കിംഗ് മിസ്റ്റേക്സ്, ഇംപ്രൂവിങ് ആൻഡ് കീപ് ഗോയിങ് ഇൻ ക്രോഷേയിങ്. അതാണ് നമ്മുടെ രീതി. മിസ്റ്റേക്സ് വരുത്തി വിഷമിച്ചിരിക്കരുത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ, ഇത് നിങ്ങളുടെ ഫസ്റ്റത്തെ പ്രോജക്റ്റിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്, നിങ്ങൾ പഠിച്ചു വരുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്കിൻ്റെ ഒരു പ്രൂഫാണ്. ഇറ്റ് വോണ്ട് എക്സിസ്റ്റ് എനി മോർ. അത് അൺട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
യു ഹാവ് ഓപ്ഷൻസ്. ഞാൻ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ആയാലും ഐ ഹാവ് ഇറ്റ് ബിക്കോസ് അറ്റ് സം പോയിന്റ് ഐ ക്യാൻ അൺറാവൽ ഇറ്റ് ആൻഡ് യൂസ് ദാറ്റ് യാൺ.